ഇപ്പോൾ മിക്ക ആളുകളും നമ്മൾ എന്തോരം സെക്ഷുവലി സേഫ് ആവണം എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ആളുകൾ ഈ കോണ്ടം പോലത്തെ സംഭവങ്ങൾ ഇടാതെ തന്നെ പാർട്ട്നേഴ്സുമായിട്ട് ലൈംഗികപരമായി ഏർപ്പെടുന്നുണ്ട്. സെക്സ് എപ്പോഴും വളരെ സേഫായ അറ്റ്മോസ്ഫിയറിൽ സേഫായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ റിസ്ക് തന്നെയാണ്. ഈവൻ കോണ്ടം പോലും 100% സേഫ് അല്ല. അപ്പോൾ അതിൻ്റെതായ റിസ്കുകളുണ്ട്. സെക്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? ചില പുരുഷന്മാരിൽ സാഡിസ്റ്റുകളുണ്ട്. ഈ സാഡിസ്റ്റുകളായ പുരുഷന്മാർ അവർക്ക് സ്ത്രീ കരയുന്നത് കണ്ടാൽ മാത്രം അവർക്ക് ഒരു ഇറക്ഷൻ കിട്ടുള്ളൂ. ഈ പോൺ മൂവിയിലൊക്കെ കണ്ടത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കും. പക്ഷേ റിയൽ ലൈഫിൽ അതുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പാർട്ട്ണർക്ക് അതെല്ലാം വെറുപ്പും ഇറിറ്റേഷനും ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. സെക്ഷൽ ഫിയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. ഈ കനി കുസൃതി എന്ന് പറയുന്ന നടിയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അവർ ഇതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ അവർ കുറെ കഴിഞ്ഞപ്പോൾ അവരെ പാർട്ട്ണറിന്റെ അടുത്ത് പറയുന്നത് അന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടത് ഞാൻ എൻജോയ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ അമിതമായിട്ട് സ്ത്രീയിൽ കൂടിക്കഴിയുമ്പോൾ ഈ ഒരു ഹൈ ടെൻഡൻസി, ഈ ഒരു മൂഡ്, ഹൈ ഡ്രൈവ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്.